ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്. സുപ്രീം കോടതി പട്ടിക പുതുക്കുന്നതിനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങൾ അല്ലെ അവകാശങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തു. പക്ഷേ കോടതിക്ക് സംശയം തോന്നി, എങ്ങനെയാണ് 65 ലക്ഷം വോട്ടർമാരെ ഒറ്റയടിക്ക് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക? അതെങ്ങനെ സാധിക്കും? അതുകൊണ്ട് കോടതി ഒരു നിർദ്ദേശം വെച്ചു, അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒഴിവാക്കിയ 65 ലക്ഷം ആളുകളുടെ പേരും മേൽവിലാസവും വിശദാംശങ്ങളും പ്രസിദ്ധപ്പെടുത്തണം. അത് മാത്രമല്ല, ഏതു കാരണത്താലാണ് അവർക്ക് വോട്ടവകാശം നിഷേധിച്ചത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് വീണ്ടും വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെടുന്നതിന് അതിനാവശ്യമായിട്ടുള്ള അപേക്ഷകൾ നൽകാനുള്ള സൗകര്യം വേണം. അതിനായിട്ട് ആധാർ കാർഡുകൾ സ്വീകരിക്കുകയും വേണം. അങ്ങനെയായിരുന്നു സുപ്രീം കോടതി ഇടപെട്ടത്. പാർലമെന്റ് മടിച്ചു നിന്നിടത്ത് സുപ്രീം കോടതി ഇടപെട്ടു, നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും അതിന്റെ സംരക്ഷണത്തിനും.